സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഇടമലക്കുടി സന്ദർശിച്ചു. റേഷൻ വിതരണ ക്രമക്കേട് സംബന്ധിച്ച് ഭക്ഷ്യ കമ്മീഷൻ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. റേഷൻ വിതരണം കാര്യക്ഷമമാക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജിനൂസ് കറിയ ഉമ്മൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് പരിധിയിലുള്ള ഇടമലക്കുടിയിൽ സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനൂസ് കറിയ ഉമ്മന്റെ നേതൃത്വത്തിൽ ഇടമലക്കുടിയിലെ റേഷൻ വിതരണം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ റേഷൻ കടകളിൽ അടിയന്തര പരിശോധനയും കുടികളിൽ സന്ദർശനവും നടത്തിയത്. ഗുണഭോക്താക്കൾക്ക് റേഷൻ വിതരണം നടത്തുന്നതിൽ ഗിരിജൻ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി, ലൈസൻസി ആയിട്ടുള്ള സൊസൈറ്റി കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടകൾക്കെതിരെ ഗുരുതരമായ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊതുവിതരണ വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിന്റെ കുറവ് കണ്ടെത്തുകയും ഇടുക്കി ജില്ലാ കളക്ടർ തുടർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടക്കുന്ന ഉന്നതതല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനൂസ് കറിയ സന്ദർശനം നടത്തിയത്. ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് പരാതികൾ കേൾക്കുന്നതിനും വിവിധ ഉന്നതികളും സന്ദർശനം നടത്തി. ക്രമക്കേട് കണ്ടെത്തിയ സൊസൈറ്റി കുടിയിലെ റേഷൻ കടയിൽ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യധാന്യം കടയിലെത്തിയതിന്റെയോ അത് ഗുണഭോക്താക്കൾക്ക് വിതരണം നടത്തിയതിന്റെയോ രേഖകൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഒരു റേഷൻ കടയിൽ ഉണ്ടായിരിക്കേണ്ടതും എഴുതി സൂക്ഷിക്കേണ്ടതുമായ ഒരു രജിസ്റ്ററുകളും ഉണ്ടായിരുന്നുമില്ല. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കട പ്രവർത്തിച്ചു വന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി. സൊസൈറ്റി കുടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. കുറ്റവാളികൾക്കെതിരെ വളരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ് ഭക്ഷ്യ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ഇടുക്കി ജില്ലയിലെ പൊതുവിതരണ വകുപ്പിലെ 2026 ഫെബ്രുവരി മുതൽ ചുമതലയിലുണ്ടായിരുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രത്യേകിച്ച് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ്നാഥ് ആർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, ജെമി ജോസ് എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ദേവികുളം തഹസിൽദാർ ജെ ജയകൃഷ്ണൻ, മൂന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിപ്സൺ മാത്യു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് PR, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ അനീഷ് MV, ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ റോയ് തോമസ്, ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജീവ് നാഥ, മൂന്നാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഗിരീഷ്, കമ്മീഷന്റെ ജില്ലാ കോർഡിനേറ്റർ അമ്പിളി, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ കമ്മീഷനൊപ്പം എത്തിയിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.